It's me, Anjana Shiva. Welcome to Beyond Belief. ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ സിനിമ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്ന പേരാണ് ഹർഷദ് മേത്ത. യഥാർത്ഥത്തിൽ ആരാണ് ഈ ഹർഷദ് മേത്ത? എന്താണ് ഈ ഹർഷദ് മേത്ത ഓഹരി കുംഭകോണം? എങ്ങനെയാണ് അയാൾ പിടിക്കപ്പെടുന്നത്? ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ എങ്ങനെ മെഹത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏപ്രിൽ 23 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു റിപ്പോർട്ട് വരുന്നു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പോലും പിടിച്ചു കുലുക്കാൻ കഴിയുന്ന, ഇന്ത്യയെ ഞെട്ടിച്ച് രാജ്യം അതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ഒരു തട്ടിപ്പിൻ്റെ കഥ കേട്ടാണ് അന്ന് പ്രഭാതം പൊട്ടിവിടർന്നത്. ഗുജറാത്തിൽ ഒരു സാധാരണ ടെക്സ്റ്റൈൽസ് വ്യവസായിയുടെ മകനായി ജനിച്ച ഹർഷദ് ശാന്തിലാൽ മെഹത്തയുടെ ജീവിതകഥ ഏതൊരു സിനിമയെയും വെല്ലുന്നതായിരുന്നു. സ്കൂൾ പഠനത്തിനു ശേഷം മുംബൈയിലേക്ക് കോളേജ് വിദ്യാഭ്യാസത്തിനായി വന്ന ഹർഷദ് പിന്നീട് 8 വർഷത്തോളം നിരവധി ചെറുകിട ജോലികൾ ചെയ്ത് കഴിഞ്ഞുകൂടി. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ സെയിൽസ്മാനായി ജോലിയിൽ പ്രവേശിച്ചത് മുതലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് മാറുന്നത്. ഇവിടെ വെച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ താല്പര്യം തോന്നിയ മെഹത്ത ഓഹരി വിപണിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ വേണ്ടി തൻ്റെ സെയിൽസ്മാൻ ജോലി രാജിവെച്ച് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ കഴിയുന്ന ഹർ ജീവൻദാസ് നെമിദാസ് സെക്യൂരിറ്റിയിൽ ബ്രോക്കറായി ജോലി തരപ്പെടുത്തുന്നു. അസാധ്യമായ വാക് ചാതുര്യമുള്ള മെഹത്തയ്ക്ക് ഈ ജോലിയിൽ പേരെടുക്കാൻ അധികകാലം വേണ്ടി വന്നില്ല. വർഷങ്ങളോളം ഓഹരി വിപണിയിൽ നടത്തിയ പഠനം നൽകിയ ധൈര്യം കൊണ്ട് 1986 ഗ്രോ മോർ റിസർച്ച് ആൻഡ് അസറ്റ് മാനേജ്മെൻറ്റ് എന്ന സ്ഥാപനം സ്ഥാപിക്കുകയും വലിയ രീതിയിൽ ഓഹരി വിപണിയിൽ ട്രേഡിംഗ് തുടങ്ങുകയും ചെയ്തു. 1990 ആയപ്പോഴേക്കും വമ്പൻ സ്രാവുകൾ മെഹത്തയുടെ ഫേമിൽ നിക്ഷേപിക്കാൻ ആരംഭിച്ചു. ആ സമയത്താണ് മെഹത്ത അസോസിയേറ്റഡ് സിമന്റ് കമ്പനിയുടെ ഓഹരികൾ വലിയ രീതിയിൽ വാങ്ങിക്കാൻ തുടങ്ങിയത്. ഇത് ശ്രദ്ധിച്ച മറ്റ് ഓഹരി നിക്ഷേപകർ ഈ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ 200 രൂപയുണ്ടായിരുന്ന ഷെയർ 9000 രൂപ വരെ ഉയർന്നു. എന്നാൽ ഈ ഷെയറുകൾ വേഗത്തിൽ ഇടിയുമെന്ന് മനസ്സിലാക്കിയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിൽക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ മെഹത്ത എല്ലാം വിറ്റ് ലാഭം ഇരട്ടിയിലാക്കിയിരുന്നു. ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ വ്യാജ ഡിമാൻഡ് കാണിച്ചാണ് അദ്ദേഹം തൻ്റെ തട്ടിപ്പിന് തിരികൊളുത്തുന്നത്. പിന്നീട് അങ്ങോട്ട് രാജ്യം കണ്ടത് ഒരു സാധാരണക്കാരൻ്റെ അസാധാരണ വളർച്ചയായിരുന്നു. മുംബൈയുടെ കടലോരത്ത് 10,000 സ്ക്വയർ ഫീറ്റിലുള്ള മിനി ഗോൾഫ് ഗ്രൗണ്ടും സ്വിമ്മിംഗ് പൂളും ഉൾപ്പെടെയുള്ള ആഡംബര മാളികയാണ് മെഹത്ത പണിതുയർത്തിയത്. ആഡംബര ജീവിതം കൊണ്ട് ആരുടെയും കണ്ണു മഞ്ഞളിക്കുന്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇന്ത്യയിലെ അതിസമ്പന്നർക്ക് മാത്രമുണ്ടായിരുന്ന ടൊയോട്ട കൊറോള, ലെക്സസ് LS 400, ടൊയോട്ട സെറ തുടങ്ങിയ വാഹനങ്ങൾ കൊണ്ട് അദ്ദേഹം തൻ്റെ കാർ പോർച്ചിനെ അലങ്കരിച്ചു. സാധാരണക്കാരിൽ നിന്ന് സ്വപ്നതുല്യമായ ജീവിതം സ്വന്തമാക്കിയ മെഹത്തയ്ക്ക് ആളുകളുടെയും മാധ്യമങ്ങളുടെയും ഇടയിൽ സൂപ്പർ സ്റ്റാർ പരിവേഷമായിരുന്നു. ബിഗ് ബുൾ എന്നും സ്റ്റോക്ക് മാർക്കറ്റിലെ അമിതാഭ് ബച്ചൻ എന്നും അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് പേരുണ്ടായിരുന്നു. ബിസിനസ് ടുഡേ മാസികയിലടക്കം ഇന്ത്യയിലെ ഒട്ടുമിക്ക മാസികകളിലും മുഖചിത്രം അദ്ദേഹത്തിൻ്റെതായിരുന്നു. എന്നാൽ കാശിൻ്റെ തിളക്കത്തിൽ അദ്ദേഹത്തിന് മത്തു പിടിക്കുകയായിരുന്നു. 10 കൊടുത്താൽ 100ന് പകരം 1000 തിരിച്ചു കിട്ടണമെന്ന അത്യാഗ്രഹം അദ്ദേഹത്തെ കൂടുതൽ അന്ധനാക്കി. ഒരു സ്റ്റോക്കിൻ്റെ മൂല്യത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ വലിയ രീതിയിൽ നിക്ഷേപിക്കുന്ന തന്ത്രമായിരുന്നു മെഹത്ത എളുപ്പത്തിൽ പണം കൊയ്യാനായി കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ കോടികളായിരുന്നു അദ്ദേഹത്തിന് ആവശ്യമായി വന്നത്. അതിനുവേണ്ട പണം കണ്ടെത്താനായി അദ്ദേഹം കണ്ടുപിടിച്ച മാർഗമായിരുന്നു ബാങ്കുകൾ.
സർക്കാർ കടപത്രങ്ങൾ നിറയ്ക്കുന്ന ബാങ്കുകളിൽ നിന്ന് അത് വാങ്ങി മറ്റു ബാങ്കുകളിൽ കൊടുക്കുന്ന ഇടനിലക്കാരനാകാൻ അദ്ദേഹത്തിന് വളരെ വേഗം തന്നെ കഴിഞ്ഞിരുന്നു. നിക്ഷേപകരെ ഒപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ബാങ്കുകളിൽ നിന്ന് എളുപ്പത്തിൽ ഹർഷദ് കടപത്രങ്ങൾ വാങ്ങി. തുടർന്ന് നിക്ഷേപിക്കാൻ സമ്പന്നരായ ബാങ്കുകളെ കണ്ടുപിടിച്ച് പണം കൈപ്പറ്റുകയും കടപത്രം നൽകിയ ബാങ്കുകൾക്ക് ആഴ്ചകൾക്ക് ശേഷം മാത്രം പണം നൽകുകയും ചെയ്തു. ഈ രീതിയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ പണം റോൾ ചെയ്യാൻ കഴിഞ്ഞു. കടപത്രം വാങ്ങാൻ സന്നദ്ധരായ ബാങ്കുകളിൽ നിന്ന് മുൻകൂറായി കടം വാങ്ങുകയായിരുന്നു രണ്ടാം ഘട്ടത്തിൽ ചെയ്തിരുന്നത്. ഇതിലും എളുപ്പത്തിൽ പണം നേടാൻ കടപത്രങ്ങൾ വ്യാജമായി നിർമ്മിച്ചാൽ കഴിയുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പണത്തോട് ആർത്തിമൂത്ത് മെഹ്തയുടെ പതനം സംഭവിക്കുന്നത് ഇവിടെ നിന്നായിരുന്നു. വ്യാജമായി നിർമ്മിച്ച കടപത്രങ്ങളിലൂടെ ബാങ്കുകളിൽ നിന്നും കൂടുതൽ തുക അയാൾ കൈപ്പറ്റാൻ തുടങ്ങി. പണത്തിന്റെ പളപളപ്പിൽ കണ്ണ് മഞ്ഞളിച്ച് മെഹ്തയ്ക്ക് കുമിഞ്ഞുകൂടുന്ന പണത്തിനപ്പുറം ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ലായിരുന്നു. എന്നാൽ ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു പറ്റം സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്സും ബിസിനസ് ജേർണലിസ്റ്റുകളും ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ബിസിനസ് ജേർണലിസ്റ്റായ സുചേത ദലാൽ. ആദ്യ അന്വേഷണത്തിൽ തന്നെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ സുചേത ശക്തമായ തെളിവുകളില്ലാതെ ചെന്നാൽ തൻ്റെ കണ്ടുപിടുത്തം വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞ് മെഹ്തയ്ക്ക് സുഖമായി തള്ളിക്കളയാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് സുചേതയും SBIയുടെ ചെയർമാനുമായുള്ള കൂടിക്കാഴ്ചയിൽ ബാങ്കിന്റെ ലെറ്റർ റെസിപ്റ്റുകൾ മിസ്സിംഗ് ആണെന്നും 770 കോടിയുടെ ഗവൺമെന്റ് സെക്യൂരിറ്റി ഹർഷദ് മെഹ്തയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്നും അതിൽ 550 കോടികൾ മാത്രമാണ് ബാങ്കിൽ നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂവെന്നും കണ്ടെത്തി. പിന്നീട് SBIയുടെ PR വിങ്ങും RBIയും സുചേതയെ സഹായിക്കാമെന്ന് തീരുമാനിച്ചതോടെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തി. 23 ഏപ്രിൽ 1992 എന്ന ദിവസം ഇന്ത്യ അത്ര വേഗം തന്നെ മറക്കാൻ സാധ്യതയില്ല. സുചേത ദലാൽ ഹർഷദ് മെഹ്തയെക്കുറിച്ച് കണ്ടെത്തിയതെല്ലാം ടൈംസ് ഓഫ് ഇന്ത്യ അന്നേ ദിവസം തന്നെ പബ്ലിഷ് ചെയ്തിരുന്നു. അത്രയും കാലം സൂപ്പർ ഹീറോ ആയി ജനങ്ങൾ കണ്ടയാളുടെ യഥാർത്ഥ മുഖം അറിഞ്ഞപ്പോൾ കൂടെ നിന്നവർ പോലും കൈയൊഴിഞ്ഞു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ 4000 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് ഹർഷദ് മെഹ്ത നടത്തിയതായി കണ്ടെത്തി. ഇന്നത്തെ രൂപയുടെ മൂല്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 30,000 കോടിയോളം വരും. 9 വർഷത്തോളം വരുന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ തീഹാർ ജയിലിൽ വെച്ച് തന്റെ 47-ാം വയസ്സിൽ ബിഗ് ബുള്ളിൽ നിന്നും ബിഗ്ഗസ്റ്റ് സ്കാമറായി മാറിയ ഹർഷദ് മെഹ്ത അന്തരിച്ചു. ഹർഷദ് മെഹ്തയുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന ജേർണലിസ്റ്റ് സുചേത ദലാലിന് രാജ്യം 2006-ൽ പത്മശ്രീ നൽകി ആദരിച്ചു. സുചേത ദലാലിന് തൻ്റെ അന്വേഷണത്തെക്കുറിച്ച് എഴുതിയ ദ സ്കാം, ഹൂ വോൺ, ഹൂ ലോസ്റ്റ്, ഹൂ ഗോട്ട് എവേ എന്ന പുസ്തകം ചൂടപ്പം പോലെയാണ് വിറ്റ് തീർന്നത്. ഇത് തന്നെയാണ് ഹർഷദ് മെഹ്ത സിനിമാ മെറ്റീരിയലാണെന്ന് ബോളിവുഡിന് തോന്നാനും കാരണവും. ഒരു സിനിമാറ്റിക് ജീവിതം നയിച്ച മെഹ്തയുടെ കഥ സ്കാം 1992 എന്ന പേരിൽ 2020-ൽ സോണി ലൈവിൽ സീരീസായി എത്തി. ലോകത്തിൽ തന്നെ മികച്ച സീരീസുകളുടെ ഗണത്തിലാണ് സ്കാം 1992 ഉൾപ്പെടുന്നത്. 2021-ൽ ബിഗ് ബുൾ എന്ന പേരിൽ അഭിഷേക് ബച്ചൻ നായകനായി ഹർഷദ് മെഹ്തയുടെ ജീവിതകഥ ബിഗ് സ്ക്രീനിൽ എത്തിയിരുന്നു. ദുൽഖർ സൽമാൻ നായകനായ ഏറ്റവും പുതിയ ചിത്രമായ ലക്കി ഭാസ്കറിലും ഹർഷദ് മെഹ്തയെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ചിത്രത്തിൽ ഹർഷദ് മെഹ്തയായില്ല ദുൽഖർ എത്തുന്നത്, ബാങ്ക് ഉദ്യോഗസ്ഥനായ ഭാസ്കർ ആയാണ്. ഹർഷ് എന്ന സ്റ്റോക്ക് മാർക്കറ്റ് രാജാവിനെ ചിത്രത്തിൽ പരോക്ഷമായി പരാമർശിക്കുന്നു. ഹർഷദ് മെഹ്തയുടെ വ്യാജ കടപ്പത്രവും ഇടനിലക്കാരനും ആഡംബര ജീവിതവും സാധാരണക്കാരിൽ നിന്ന് പണക്കാരനായി മാറുന്ന കുറുക്കുവഴികളും, അങ്ങനെ മെഹ്തയുടെ ജീവിതത്തിനോട് സാമ്യമുള്ള പലതും നമുക്ക് ലക്കി ഭാസ്കറിൽ കാണാൻ കഴിയും. ഒരു തരത്തിൽ ഭാസ്കറായും ഹർഷദ് മെഹ്തയായും ദുൽഖർ മാറുന്നത് കാണാം. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആകുമെന്നതിനാൽ മെഹ്തയുടെ ജീവിതവുമായി ഭാസ്കറിന് അങ്ങനെ നിസ്സാരമല്ലാത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നിർത്തുന്നു.